ആയുസ് കൊടുക്കണം ദൈവം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ലോകത്ത് ചുറ്റുമുള്ള മുഴുവൻ ആളുകൾക്കും നന്മ വരണമെന്നും പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന ലോകത്തിലെ ഏക ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. നമ്മൾ തിരിച്ചറിയുക, ഇതിന്റെ പുണ്യ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇതിന്റെ പ്രത്യേകത, ഇത് ഇവിടെ നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ കൃത്യമായി ഗവൺമെന്റ് കൊടുക്കേണ്ടതായ ടാക്സ് കൃത്യമായി കൊടുക്കുകയാണ്. പണ്ടെന്നോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്, കേരളത്തിലുള്ള ജ്വല്ലറികള്, മറ്റ് വ്യാപാര സ്ഥാപനങ്ങള് കൃത്യമായിട്ട് ടാക്സ് അവർ വിറ്റ ഉൽപ്പന്നത്തിന് പേ ചെയ്യുകയാണെങ്കിൽ കേരളത്തിന്റെ കടക്കണി ഉണ്ടാവില്ല. എത്ര കടകൾ കൃത്യമായിട്ട് ബില്ല് ചെയ്യുന്നുണ്ട്? അവർ വിൽക്കുന്നതിന്റെ 10-20% മാത്രമേ യഥാർത്ഥത്തിൽ ബില്ല് ചെയ്യുന്നുള്ളൂ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമാണ് നിങ്ങൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിയാലും അത് കൃത്യമായി ബില്ല് ചെയ്തുകൊണ്ട് ഗവൺമെന്റിൽ കിട്ടേണ്ടതായ ടാക്സ് നമ്മൾ കൊടുക്കുന്നു. ഇതിലൂടെയാണ് പറയുന്നത് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് നമുക്ക് പറയാം, കേരളം മുന്നോട്ട് പോകുന്നത് മദ്യത്തിൽ നിന്ന് ലാഭം കൊണ്ടാണ്, അല്ലെ? മുന്നോട്ട് പോകുന്നതിന് മദ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ വരുമാനം. ഭാവിയിൽ ആ സ്ഥാനത്തേക്ക് മദ്യത്തിന്റെ കവച്ചു വയ്ക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്ക് ഡയറക്ട് സെല്ലിംഗ് കേരളത്തിൽ എത്തും വരുമാനത്തിൽ. ആ രീതിയിൽ വലിയൊരു ബൂമിംഗ് ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഓൾ ആർ ഗ്രോയിങ്. നമ്മൾ എല്ലാവരും വളരാണ്. ഡിസ്ട്രിബ്യൂട്ടർ, കമ്പനി, അസോസിയേറ്റ്, ഇതുമായി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ജനങ്ങൾ എല്ലാവരും ഈ മേഖലയുടെ ഇൻഡസ്ട്രിയിലൂടെ വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു ഇന്നർ കോമ്പറ്റീഷൻ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം ഇതാണ്. ഒരു സ്ഥാപനം വിചാരിക്കും, ഞാൻ അസിസ്റ്റന്റ് മാനേജർ, എന്റെ മുകളിലൊരു മാനേജർ. എന്റെ ആഗ്രഹം എന്താ? എനിക്ക് റിട്ടയർ ആകുമ്പോഴേക്കും മാനേജറായിട്ട് റിട്ടയർ ആവാൻ പറ്റണേ, സ്ഥാനക്കയറ്റം കിട്ടണം. എന്റെ പ്രാർത്ഥന എന്തായിരിക്കും? ഇദ്ദേഹം റിട്ടയർ ആവാനുള്ള മുകളിലുള്ള ആൾ മാറാൻ സാധ്യതയില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക, ഒരു മാസമെങ്കിലും കാലൊടിഞ്ഞ ആ വ്യക്തി കിടക്കണം, എനിക്ക് ഒരു മാസമെങ്കിലും ആ മാനേജർ പോസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറ്റണേ എന്നാണ്. ഇവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഒരു കമ്പനിക്ക് ഒരു സിഇഒ ആണുള്ളത്, ഒരു മാനേജർ ആണുള്ളത്? അല്ല. ഇവിടെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഈക്വലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സീലിംഗ് അച്ചീവർ ആവാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫാമിലി ബോണസ് വാങ്ങാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാനം വാങ്ങാം. ഇവിടെ താഴത്ത് മുകളിൽ എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസിനേക്കാൾ വരുമാനവും സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹവും കഴിവും പ്രവർത്തനം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഉയരങ്ങളിൽ വേണമെങ്കിലും എത്താൻ പറ്റും. ഇവിടെ ഒരാൾക്കും പെർമനന്റ് ആയിട്ട് ഒരു സീറ്റ് ഇല്ല എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത. നിങ്ങളുടെ പെർഫോമൻസ് ആണ്. അപ്പൊ ഏറ്റവും സുതാര്യമായ ഒരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചവിട്ടിത്താഴത്തിലില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിച്ചു കയറ്റലേ ഉള്ളൂ. നമ്മുടെ കൂടെയുള്ള ആളുകളെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഉയർത്തുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വളരുന്നത്. ചവിട്ടിത്താത്തുമ്പോഴല്ല, നമ്മുടെ കൂടെയുള്ള വ്യക്തിയെ അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ ഉയർത്തുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വളരുന്നത്. ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് ഇതിൽ നിന്ന് സെയിലിംഗ് അച്ചീവർ ആവണ്ട, ഒന്നും വരുമാനം വേണ്ട, എന്തുണ്ടായാൽ മതി എന്റെ ജീനിയർ സൈഡിലുള്ള വ്യക്തിയും വിന്നർ സൈഡിലുള്ള വ്യക്തിയും എല്ലാ കട്ട് ഓഫിലും അവരെന്താ അടിച്ചാൽ മതി, സീലിംഗ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ആളുകൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അച്ചീവർ ആവും. വേറൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ വീട്ടിലെ പട്ടിയുടെ പേരിൽ സൈറ്റ് തുടങ്ങി എന്ന് വിചാരിച്ചു, അതിന്റെ അപ്പുറത്തും സീലിംഗ് ആയ പട്ടിയും സീലിംഗ് ആവും. ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ ബിസിനസ്സിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ ഉയർത്തി കൊണ്ടുവരലാണ് ഈ ബിസിനസിന്റെ ഏറ്റവും മഹത്തായ കടമ എന്ന് പറയുന്നത്. ഇതിന്റെ പുണ്യം എന്ന് പറയുന്നത് കൂടെയുള്ള ആളുകളെ ജീവിതത്തിൽ നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ആയിരക്കണക്കിന് ആളുകളെ ഹൃദയത്തെ ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. 100കണക്കിന് ആളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ മുഖം ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഇതാണ് ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത്, അതിനുശേഷം ഞാൻ അവസാനിപ്പിക്കാം, പാസീവ് ഇൻകം. ലോകത്ത് ശ്രദ്ധിക്കുക, ഏകദേശം 200-ലധികം ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 242 250 വ്യക്തികളുണ്ട്. പാസീവ് ഇൻകം കിട്ടാൻ സാധിക്കുന്ന ഒരു സാധാരണക്കാരന് പാസീവ് ഇൻകം ലഭ്യമാക്കുന്ന ലോകത്തിലെ ഏക ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ് പാസീവ് ഇൻകം? തിരിച്ചറിയണം. നമുക്കറിയാം, തകഴി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ആ കയർ എന്ന് പറയുന്ന പുസ്തകം കാലങ്ങൾക്ക് മുമ്പ് എഴുതി അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓരോ തവണയും ആ കയർ എന്ന് പറയുന്ന പുസ്തകം റീപ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പെർസെന്റേജ് ആ ട്രസ്റ്റിലേക്ക് ചെല്ലും. അതായത് ഇങ്ങനെ പറയാം, നമ്മൾ ഒരിക്കൽ ചെയ്ത പണിക്ക് പിന്നീട് തുടർച്ചയായി അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന രീതിയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ലോകത്തിലെ അപൂർവങ്ങളായ ആള്, അതായത് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രമേ ഇന്ന് അത് കിട്ടുന്നുള്ളൂ. യേശുദാസ് പോലെയുള്ള, അതുപോലെ തന്നെ ഐൻസ്റ്റീൻ പോലെയുള്ള അങ്ങനെയുള്ള പ്രശസ്തരായുള്ള
പ്രത്യേക കഴിവുള്ള ലോകത്ത് ദൈവം അനുഗ്രഹിച്ച വളരെ കുറച്ച് ആളുകൾ. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക് പാസീവ് ഇൻകം ലഭിക്കാനുള്ള ലോകത്തിലുള്ള ഏക ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അമേരിക്കയില് 1950കളിൽ ഈ ബിസിനസ് മുത്തശ്ശൻ തുടങ്ങിയ ബിസിനസ് ഇന്ന് ആസ്വദിക്കുന്നത് അവരുടെ കുട്ടികളാണ്. ഇത് തിരിച്ചറിയണം. നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത്, എനിക്ക് 2 കുട്ടികളാണ്. അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ബയോട്ടോറിയത്തിലെ ഒരു സീലിംഗ് ആയ ഐഡി. ഡെയിലി എല്ലാ കട്ട് ഓഫിലും സീലിംഗ് ആയ ഒരു ഐഡി നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാം. നിങ്ങൾ ഇല്ലെങ്കിൽ പോലും നോമിനേഷൻ ഫെസിലിറ്റിയിലൂടെ ആ കിട്ടുന്ന വരുമാനം, ആ കിട്ടുന്ന അംഗീകാരം നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ലളിതമായ ആശയം ഇതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ പാസീവ് ഇൻകം കിട്ടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സാധാരണക്കാരിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. അതിന് നിങ്ങൾക്ക് ഇന്ന് ഈ സാഹചര്യത്തിൽ ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആശയമാണ് ഡയറക്ട് സെല്ലിംഗ്. അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്ന ദ ബെസ്റ്റ് ആൻഡ് നമ്പർ 1 കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾക്ക് സംഭവിക്കുന്നത് ടൈം ലിവറേജ് ആണ്. ഡയറക്ട് സെല്ലിംഗിൽ കടന്നു വരുന്ന ഒരു സാധാരണക്കാരനെ സംഭവിക്കുന്നത് ഒരു ടൈം ലിവറേജ് ആണ്. സമയത്തെ നമുക്ക് ലിവറേജ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതർ പീപ്പിൾ ടൈം ആൻഡ് അതർ പീപ്പിൾ ടൈം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ജോലി 100 ആളുകളിലൂടെ ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിലും എളുപ്പത്തിലും അത് സഫലീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കഴിയും. സമയം 7 മണിയായി. നമ്മുടെ മനോജ് സാർ വെയിറ്റിംഗിലാണ്. ഒരുപാട് പുതുപുത്തൻ ന്യൂസുകൾ, സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് പകരാനുണ്ട്. എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഇരിക്കുമ്പോ ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. വളരെ വളരെ സന്തോഷവാനാണ്. എന്തായാലും ഇന്നത്തെ ചെറിയൊരു സെഷൻ നമുക്ക് സമയപരിധികളുകൊണ്ട് തന്നെ ഇനി നമ്മൾ ടുഡേ ക്യാമ്പുകളിലും 1 ഡേ ട്രെയിനിങ്ങുകളിലും വിശദമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ഇത് ലോകത്ത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതും കൃത്യമായിട്ട് കീറി മുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് പരിശോധിക്കാം. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ബയോട്ടോറിയത്തിലൂടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയത്തെ കേരളത്തിലും ഇന്ത്യയിലും പാറിപ്പറപ്പിക്കുകയാണ് അതിന്റെ കൊടി. ദ ബെസ്റ്റ് ആൻഡ് പവർഫുൾ കമ്പനി ഈ ബയോട്ടോറിയം ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാനത്തേക്ക് വരുന്ന ആഴ്ചകളിൽ, വരുന്ന മാസങ്ങളിൽ ഈ ബിസിനസ്സിനെ നമ്മൾ എത്തിക്കും. തീർച്ചയായിട്ടും ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ മേഖലയിൽ കടന്നു വന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയ ഡയറക്ട് സെല്ലിംഗ് അനുഭവമാണ് ഞാൻ പറയുന്നത്. ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള സമയത്താണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നൊരു വ്യക്തിയല്ല. ഇതിൽ വന്നതിന് ശേഷം നിരവധി ട്രെയിനിങ്ങിലൂടെയും മീറ്റിങ്ങിലൂടെയും പ്രോഗ്രാമിലൂടെയും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് അറിയുകയും ഈ മേഖലയുടെ പതുക്കെ ഇതൊരു കരിയറാക്കി ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു കാറ് വാങ്ങുന്നത് ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു വിദേശ യാത്ര പോകുന്നത്, ഫ്ലൈറ്റിൽ കയറുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാൻ കഴിഞ്ഞത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി നേട്ടങ്ങൾ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ ഒരു ആശയം. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ അമ്മയെ പോലെ ദൈവത്തായി പോലെ കാണുന്ന ഒരു ആശയം. അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളും അത് ഏറ്റെടുക്കുക. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടുകൂടി മറ്റുള്ളവരോട് പറയാ, ഐ ആം എ ഡയറക്ട് സെല്ലർ. ഞാൻ ഈ ബയോട്ടോറിയമാണ് ചെയ്യുന്നത്. ആത്മവിശ്വാസത്തോട് പറയാ. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെറും 3 വർഷം മുതൽ 5 വർഷം കൊണ്ട് ഇവിടെ മാറ്റിയെടുക്കാൻ കഴിയും, പൂർത്തീകരിക്കാൻ കഴിയും. അതിനുവേണ്ട സകലമായ സപ്പോർട്ടും ഞാൻ തരാമെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും കൊടുക്കുക. നമ്മുടെ കമ്പനിയെയും നമ്മുടെ ഉൽപ്പന്നത്തെയും നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനെയും കൃത്യമാക്കി മനസ്സിലാക്കി കൊടുക്കുക. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടീം വർക്കുമായി ബന്ധപ്പെട്ട സെഷനിലേക്ക് കടന്നു വരാം. എന്തായാലും ഈ ഒരു അവസരം തന്ന മനോജ് സാറിനും നമ്മുടെ മറ്റ് എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്ട് സെല്ലിങ്ങിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ നാട്ടുകാർ നിങ്ങൾക്ക് എഴുതി വെച്ചൊരു ജാതകമുണ്ട്, നിങ്ങളെ കുറിച്ചൊരു ജാതകം എഴുതിയിട്ടുണ്ട്. അവ അങ്ങനെയാവും ഇങ്ങനെയാവും. ആ ജാതകം തിരുത്തി എഴുതാനുള്ള അവസരമായി ഈ ബയോട്ടോറിയത്തിനെ മാറ്റിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. Thank you.